ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്പൈഡി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സീരീസ് തുടങ്ങാൻ പോവാണ്. വേറെ നല്ല ലെറ്റ്സ് പ്ലേ ആണ്. അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ പേര് ലെറ്റ്സ് പ്ലേ വിത്ത് സ്പൈഡി എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിന് നമ്മളൊരു സീഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ലാവ ഫ്ലവർ എന്ന് പറഞ്ഞൊരു സീഡാണ്. ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ കോർഡിനേറ്റ്സ് ഓണാക്കാം, ഷോ ഡിസ്പ്ലേഡ് ഓണാക്കാം. ദെൻ മൾട്ടിപ്ലെയർ നമുക്ക് ആവശ്യമില്ലാതെ ഓഫ് ചെയ്യാം. ചീറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ. ദെൻ ഇതിൽ നമ്മൾ ആക്ഷൻ ആൻഡ് സ്റ്റഫ് 1.3 പാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ആയിരിക്കും നമ്മൾ ഫുള്ള് കളിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അധികം പറഞ്ഞില്ല കടി, പിന്നെ നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, നമ്മുടെ വേൾഡ് ഇതാ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ഭംഗിയുള്ള സീഡല്ലേ, ഒന്നും പറയാനില്ല. വിഷയം സാധനം. ഞാൻ കളിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് സീഡ് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീരീസിൽ മെയിനായിട്ട് നമ്മൾ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഫോക്കസ് ചെയ്യും. ഓക്കെ, ബിൽഡ് അല്ലാണ്ട് പിന്നെ സ്ലോ ആയിട്ടായിരിക്കും നമ്മളിത് കളിക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് പോവുക, ആവശ്യത്തിനുള്ള ബേസിക് ആർമറും OP ആർമറൊക്കെ ഉണ്ടാക്കുക, പെട്ടെന്ന് പോവുക, എൻഡർ ഡ്രാഗനെ കൊല്ലുക, സീരീസ് കയറുക. അങ്ങനെയല്ല, നമ്മൾ ഓരോ ഗോൾ വെച്ച് ഇത്ര സീസണിൽ നമ്മൾ ഇത്ര കാര്യം ചെയ്യും, അങ്ങനെ വെച്ചായിരിക്കും നമ്മളിത് കളിക്കാൻ പോകുക. അപ്പോൾ എല്ലാപ്പോഴത്തോളം പോലെ നമുക്ക് മരം വെട്ടി അങ്ങ് തുടങ്ങിയ കാര്യം ശരിയായിട്ട്. ഓക്കെ, നമുക്ക് കുറേ മരം വേണം. ബേസിക് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ബേസിക് ടൂൾസ് ഉണ്ടാക്കിയാലേ ബാക്കി പരിപാടികളൊക്കെ നടക്കുള്ളൂ. അതേ നമുക്ക് വേൾഡൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഞാൻ മരം വെട്ടിയിട്ട് കാണാം. നമ്മളിതാ മരമൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പ്ലാങ്ക് ആക്കണം. പ്ലാങ്ക് വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിളും സ്റ്റിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. കുറച്ച് പ്ലാങ്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക, കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയേക്കാം. ദെൻ ഗൈസ്, നമുക്ക് ഇതിവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടൂൾസ് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് സ്റ്റോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒരു പിക്കാക്സ് നമുക്ക് ഉണ്ടാക്കിയേക്കാം കേട്ടോ. ഒരു പിക്കാക്സ്. ഓക്കെ, ബാക്ക്. ഓക്കെ, ദെൻ ഒരു ഷീപ്പല്ല നിൽക്കുന്ന ഇവനെ കൊന്നാലോ? കൊല്ലാം. അപ്പോൾ ഇവനെ നമുക്കൊന്ന് കൊല്ലാം കേട്ടോ. ഓക്കെ, 1 2 3 4. അപ്പോൾ അവനെ ഞാൻ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ കാര്യങ്ങളൊക്കെ മൈൻ ചെയ്യണം. സ്റ്റോൺ മൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു കേവ് പോലത്തെ ഏരിയ കണ്ടുപിടി. ഓക്കെ, ഇതേ കിടക്കുന്ന കേവ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ കോബിൾ സ്റ്റോണിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല രീതിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ സാധാ ഒരു കോബിൾ സ്റ്റോൺ പോലെയല്ല. സോ നമുക്കിത് മൊത്തം എടുത്തിട്ട് ഞാൻ നിങ്ങളിനി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്തോട്ട് പോയിട്ട് നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ സ്റ്റോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, എന്താ എവിടെ ഒരു പിക്കാക്സ്, ഒരു ആക്സ് ഉണ്ടാക്കണം. പിന്നെ ഒരു സോഡും കൂടെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വേൾഡ് ഒന്ന് ടോട്ടലി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, ഒരു ഷീപ്പ് ദേ വീണ്ടും നിൽക്കുന്നു. അവനെയും കൂടെ നമുക്ക് കൊന്നേക്കാം. ഓക്കെ, 1 2. ഓക്കെ, അവനും തീർന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിതാ കുറേ ദൂരം കുറച്ചങ്ങ് നടന്നു വന്നപ്പോൾ ഒരു പന്നിക്കുട്ടനെ കണ്ടു. അപ്പം അവനെയും കൂടെ അങ്ങ് തട്ടാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു കേവൊക്കെ നേരിട്ടുണ്ട്. നമുക്കത് ചാടാണ്ട് പയ്യസായിട്ട് കൂടെ പോവാം. നമുക്കിനി കുറേ നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിതാ കുറച്ച് നടന്നു ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അതെവിടെ? ഓക്കെ, നമുക്ക് എന്തായാലും വഴിയിരുന്ന് നോക്കാം. ഗൈസ്, ഇവിടെ നിന്ന് താഴത്തോട്ടൊരു വഴി കാണുന്നുണ്ടല്ലോ. നമുക്ക് ഈ മരം വെട്ടിയേക്കാം കേട്ടോ. ഈ മരം വെട്ടിയേക്കാം. അവൻ മാത്രം ഏകാഗിയായിട്ട് ഇവിടെ ഇലയൊന്നും ഇല്ലാണ്ടിരിക്കുന്നു. അവനെ നമുക്ക് വെട്ടിയെടുക്കാം. ഓക്കെ, നമ്മൾ ഈ താഴത്തോട്ടുള്ള വഴി കൂടെ പോയി അറിയാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് കൂളിരിക്കുന്നത് കേട്ടോ. താഴത്തോട്ട് നല്ലൊരു കൊക്ക പോലെയാണല്ലേ. നമുക്ക് ഈ കൂളും നല്ലത് മൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കൂളും നല്ലൊക്കെ മൈൻ ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ കൂളും നല്ലൊക്കെ മൈൻ ചെയ്തിട്ടുണ്ട്. മേലോട്ട് കയറാട്ടോ. ഓക്കെ, ഇതിൽ പയ്യെ നമുക്ക് മേലോട്ട് അങ്ങ് കയറി പോകട്ടോ. ഓക്കെ, നമ്മളിതാ മേലോട്ട് എത്തിയിട്ടുണ്ട്.
നൈറ്റ് ആവുന്നുണ്ട്. എൻ്റെ ഈ 2 ബോളേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തില്ല. നമുക്ക് എന്തായാലും ഇന്ന് അണ്ടർഗ്രൗണ്ടിൽ താഴെ നിൽക്കേണ്ടി വരും. അത് കുഴിച്ച് താഴെ ഇറങ്ങി നിൽക്കേണ്ടി വരും. അത് തന്നെയാണ് രക്ഷ. ഓക്കെ, സോ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ എവിടെ വെച്ചേ? അവിടെയായിട്ട് പോവാം. ഓക്കെ ഗൈസ്, നമുക്കതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് കുഴിക്കാൻ വയ്യ. ഓക്കെ, അടച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നും പേടിക്കാനില്ല. നമ്മൾ ഫുൾ അടച്ച് സെറ്റാക്കി പവറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിതാ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് അത്യാവശ്യം ഒരു ഏരിയ സെറ്റാക്കാൻ. പിന്നെ നമുക്ക് സ്റ്റോൺ കൂടെ ആവശ്യമുണ്ട്, അത് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്കുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഒരു ഫർണിച്ചറുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് നല്ലതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാ നൈറ്റ് ഏകദേശം സ്കിപ്പ് ആവാറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നൈറ്റൊക്കെ മാറും. നമുക്ക് ഇവിടെ നിന്ന് പയ്യെ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഇതിങ്ങ് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഫർണസ് അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഫർണസ് പൊട്ടിക്കണം. അത് നമ്മൾ 2 എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇൻവെൻട്രി നമുക്ക് നമ്മുടെ കോബിൾ സ്റ്റോൺ എടുത്ത് നമുക്ക് വെക്കാൻ പറ്റുന്നത് ഹാൻഡിലോട്ട്, അതായത് നമ്മുടെ ഇൻവെൻട്രിയിലോട്ടൊന്ന് എടുത്ത് പിടിക്കാം. ദെൻ എവിടെ സ്റ്റോൺ എടുക്കട്ടെ. കോബിൾ സ്റ്റോൺ. അപ്പോൾ നമുക്ക് പയ്യെ മേളിലോട്ട് എനിക്ക് കയറാം കേട്ടോ. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ മേളിൽ കയറിട്ട് നിങ്ങളതിന് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. നമുക്കിനി നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചില്ലേ, അതെവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കണം. പിന്നെ ഈ മാപ്പിലൊരു വില്ലേജ് ഉണ്ടെന്ന്, അടുത്ത് തന്നെ ഒരു വില്ലേജ് ഉണ്ടെന്ന് പറയാം. അതും നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പോകണം. ഓക്കെ, എന്താ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയത് ഇപ്പോഴും നമ്മുടെ ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കണം. ഓക്കെ ഗൈസ്, നമ്മളിതാ കുറേ വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് പോകണം. നല്ലൊരു പ്ലേസ് നോക്കിയിട്ട് അവിടെ കയറി നമ്മുടെ റെൻഡർ ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടിയിടണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഓവറോൾ ചുറ്റും ഒന്ന് കാണാൻ പറ്റണം. ഓക്കെ, നമ്മളിതാ കുറേ നടന്നു വന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു മരം നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡ് നല്ല രീതിക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞു. ഓക്കെ, നമുക്ക് ഈ ഒരു മരത്തിൽ കയറി നിന്നിട്ട് നമ്മുടെ റെൻഡർ ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടാം. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സ് എടുക്കുന്നുണ്ട്, നമ്മുടെ വീഡിയോസ്. ഓക്കെ, നമ്മളിതാ റെൻഡർ ഡിസ്റ്റൻസ് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടാവും. ഓക്കെ, ഇപ്പം തന്നെ കുറച്ച് ലോഡായിട്ടുണ്ട്. ഓക്കെ, ഇതാ എന്താണ് ലോഡാവാത്തത്? എനിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. ഇതൊരു മലയുടെ നടുക്കൊരു പൂണ്ട് കണക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബേസ് സെറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഏരിയയാണ് ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ലൊരു ഏരിയയാണ് ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് അപ്പർ സൈഡിലോട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. പൊട്ടെ എനിക്ക് ലാഗ് അടിക്കുന്നത് കണ്ടോ നിങ്ങൾ? പൊട്ടെ ഗൈസ്, ഇതൊരു നല്ല ഏരിയയാണ്. ഗൈസ്, ആ കാണുന്ന വില്ലേജ് അല്ലേ? യെസ്, ഫൈനലി നമ്മൾ ആ വില്ലേജ് കണ്ടിട്ട് ചെന്ന് നമുക്കൊന്നുകൂടെ ഉറപ്പ് വരുത്താം. പോയി അത് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. എനിക്ക് 2 ഡിസ്റ്റൻസ് കുറയ്ക്കാൻ. എവിടെ അതെ അത് വില്ലേജ് തന്നെ. ഉറപ്പ്, 100% ഉറപ്പ് കേട്ടോ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം കേട്ടോ. ഗൈസ്, അത് വില്ലേജ് തന്നെയാണ്, ഉറപ്പ് വരുത്തി. ഇനി നമുക്ക് റെൻഡർ കുറയ്ക്കാം കേട്ടോ. റെൻഡർ കുറയ്ക്കാൻ എനിക്ക് അങ്ങോട്ട് പോകില്ല. ഓക്കെ, വീഡിയോസ് റെൻഡർ റിസൾട്ട്സ് കുറച്ചു. സോ ലെറ്റ്സ് ഗോ ടു ദെയർ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടായിരുന്നു ഗൈസ്. നമ്മൾ അതേ കോള് കിട്ടിയ സ്ഥലമാണ് ഇത്. കോള് കിട്ടിയ സ്ഥലം കണ്ട. നമ്മൾ എന്നിട്ടും ഇവിടെ നിന്ന് നോക്കുമായിരുന്നു. നമുക്കിപ്പോൾ അവിടെ നിൽക്കായിരുന്നു കേട്ടോ. ഓക്കെ, അതുപോട്ടെ. ഗൈസ്, ലാവ ഗൈസ്. ലാവ ഉണ്ടല്ലോ. അത് ഒരു ബ്ലോക്ക് ലാവയാണ് കേട്ടോ. അത് ഒഴുകുന്നതാണ്. ഓക്കെ, നമുക്ക് കേവാന്ന് പയ്യെ നോക്കിയാലും അല്ലെങ്കിൽ വേണ്ട. നമുക്ക് സൈഡിൽ കൂടെ കയറി പോവാം. ഇപ്പം നമുക്ക് ആർമറും കാര്യമാണെന്നല്ലേ, അതിൽ ഇഷ്ടം പോലെ സോംബിയും ക്രീപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ മേളിക്കരട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, നമ്മളിതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം വില്ലേജ് അവിടെയായിട്ടാണ് നമ്മൾ കണ്ടത്. വീണ്ടും ഇത് കേവാണോടാ? അല്ല, അത് കേവല്ല. പൊട്ടെ
ഇതാ ഞാനൊരു വീട് കാണുന്നത്. അതെൻ്റെ അടുത്തെത്താറായി. അപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കാം. നമുക്കവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാട്ടോ ഗൈസ്. നമ്മളിതാ വില്ലേജിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഈ ശകുനമാണല്ലോ. അത് കേവാണോ? അല്ല, അതൊരു കേവിൻ്റെ ഓപ്പണിംഗ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഓപ്പണിംഗ് ആണ് തോന്നുന്നു. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് പയ്യെ പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം 2-3 വീടൊക്കെ ലൂട്ട് ചെയ്ത് എന്തൊക്കെ ഈ വില്ലേജിൽ മാക്സിമം നമുക്ക് ഊറ്റാൻ പറ്റും അതൊക്കെ ഊറ്റാട്ടോ ഗൈസ്. ഫസ്റ്റ് വീട്ടിൽ തന്നെ ഒന്നുമില്ല. സോ നമുക്കിനി അടുത്ത വീട്ടിൽ പോയിട്ട് ഞാനത് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു വീട് കണ്ടു. ഈ വീട്ടിലെന്തുണ്ട്? ദൈവമേ മിന്നിച്ചേക്കണേ ഗൈസ്. സാഡിൽ ഗൈസ്, സാഡിൽ. ഓക്കെ, നമുക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. നല്ലൊരു സാധനം കിട്ടി. പിന്നെ 4 ബ്രെഡുണ്ട്, 2 ലെതറിൻ്റെ ബൂട്ടുണ്ട്. എന്തിനാണെന്നറിയത്തില്ല, ഞാൻ സ്നോ ഭയമല്ലൊന്നുമല്ല. സോ എന്നാലും നമുക്കതിങ്ങ് എടുത്തേക്കാം. ഇനി അതായിട്ട് അവിടെ വെച്ച് അതെ അടുത്ത വീട്ടിൽ പോകാം. ഓക്കെ ഗൈസ്, നമ്മളിതാ അടുത്ത വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഫാം ഏരിയ പോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ഹേബേലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3-4 പശുക്കളുമുണ്ട്. നമുക്ക് പെട്ടെന്ന് തുറന്നിട്ട് കയറിയിട്ട് പെട്ടെന്ന് അങ്ങ് അടച്ചേക്കാം. ഓക്കെ, സോ നമുക്ക് ഈ ഹേബേലൊക്കെ അങ്ങ് പൊട്ടിക്കാം. അതേ അതും കൂടി ഇങ്ങനെ എടുത്തേക്കട്ടോ. ഞാൻ അതായിട്ട് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. സോ നമുക്ക് ഈ പശുക്കളെ ഒന്ന് ചവടാ. ഓക്കെ, നമ്മൾ അവന്മാർ 3 നേരം കൊണ്ടുണ്ട്. ഒരാൾ കൂടെ ഉണ്ട്, ദൈവം നിൽക്കുന്നത് ഓടിച്ച് ചവടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഹേബേലും കൂടെ ഉണ്ട്. ഞാൻ ഇതെല്ലാം പൊട്ടിച്ചിട്ട് ഓക്കെ ഗൈസ്, നമ്മൾ അതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടിച്ചെടുത്തു. ഓക്കെ, നമുക്കിനി അടുത്ത വീട്. ഇവിടെ 2 ബ്ലാക്ക് സ്മിത്ത് അതിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതേ കാണുന്നൊരു ബ്ലാക്ക് സ്മിത്ത് വീട്. ഈ വീട്ടിലെന്തുണ്ട്? ഒന്നുമില്ല, മഞ്ഞ ബെഡ് മാത്രം. ഇതൊരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടാണ്. നമുക്ക് നോക്കി ഇതുപോലെ ഒരെണ്ണം അവിടെ ഉണ്ടാവണം. ദൈവമേ മിനിച്ചേക്കണേ ഗൈസ്. ഡയമണ്ട് ഇല്ല, പോട്ടെ. 3 ആപ്പിളുണ്ട്, ഒരു ഹാൻഡ് പിക്കാക്സ് ഉണ്ട്, അത് യൂസ്ഫുള്ള. പിന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ചെസ്റ്റ് പ്ലേറ്റും ഉണ്ട്, ഒരു സോഡും ഉണ്ട്. അത് നമുക്ക് ഉപകാരപ്പെടും. അത് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഇട്ടേക്കാം. അത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യണം. നമുക്കിത് തന്നെ യൂസ് ചെയ്യാം. ചെസ്റ്റ് പ്ലേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ വീട്ടിലൊരു ചെസ്റ്റ് ഉണ്ടാവേണ്ടത്. ഈ വീടിൻ്റെ മേളത്തിൽ ചെസ്റ്റ് ഉണ്ടോ? ഇല്ല. ഗൈസ്, ഇവർ നമുക്ക് ട്രാപ്പ് ചെയ്താലോ? വീട്ടിലായിരിക്കും ഇച്ചിരി എളുപ്പമായിരുന്നു. നോക്കാം. ബ്ലോക്ക് ബേസ് ആയില്ല. ഉണ്ട്. ഇവിടെ ട്രാപ്പ് ചെയ്യാം. വെക്ക്. ഓടുന്നതിന് മുമ്പ് വെക്കണം. ഞാനിപ്പോൾ കൂൾഡേണില്ല, വർക്ക് സ്റ്റേഷൻ്റെ അവിടെ നിൽക്കുന്നതാണ്. ഓക്കെ, സോ നമുക്കിവിടെ അങ്ങോട്ട് ഓടുന്നേ. അയ്യോ, തേടിയ വള്ളി കാലിച്ചുട്ടി ഗായ്സ്. നമ്മൾ വീട്ടിൽ കയറി പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരാളെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീട്ടിൽ പോയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ നടന്നു വന്നപ്പോൾ നൈറ്റായി. അടുത്ത ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടാവണേ. അയൺ ബൂട്ടുണ്ട്, പിന്നെ കുറച്ച് ആപ്പിള്, 3 ബ്രെഡ്, പിന്നെ മറ്റേ എന്തോ അതിന് പറയുന്നേ, അതിൻ്റെ പേരുണ്ടല്ലോ, ബണ്ടിലോ. യെസ്, അതും കിട്ടിയിട്ടുണ്ട്. ബാഗ് പോലിരിക്കുന്നത് അതും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് അവനെയും പക്ഷേ ഒരു ബ്ലാക്ക് സ്മിത്ത് മിസ്സിങ് ആണ്. ഇവിടുത്തെ ബ്ലാക്ക് സ്മിത്തിനെ കാണില്ല. എൻ്റെ സോംബി ഓടറ. സോംബി വല്ലേ. അവനില്ല. തുറക്ക്. കേറി തുറക്ക്. അയ്യോ, ഇടയ്ക്ക്. ഓക്കെ ഗൈസ്, ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇവനെ കൂടെ അങ്ങ് ട്രാപ്പ് ചെയ്യാം ഗൈസ്. ഓക്കെ, ട്രാപ്പ് അടുക്കത്തെ വെച്ചാലോ? അതൊക്കെ ഇനി അതവൻ തുറന്ന് വെച്ചിട്ട് സോംബി വരുന്ന അവനെ കടിക്കുന്ന. എണീക്കടാ. ഓക്കെ ഗൈസ്, നമുക്ക് കിടന്നുറങ്ങിയേക്കാം. എന്നിട്ട് നൈറ്റ് ആകുമ്പോൾ സ്കിപ്പ് ചെയ്യാട്ടോ ഗൈസ്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണമല്ലോ. ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ ഗൈസ്. ഒരു സ്കെൽറ്റൻ നമ്മളടിച്ചു കൊന്നു. നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീട്ടിൽ നമ്മൾ ഈ വില്ലേജും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ബേസ് സെറ്റ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ഇങ്ങനെ റിസോഴ്സ് ഗ്യാദർ ചെയ്ത് നമുക്കത് തുടങ്ങി വെക്കണം.
അതിനായിട്ടുള്ള എപ്പിസോഡുകളിൽ നമുക്കതിനെ മികച്ച രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാം. അപ്പോൾ അടുത്തൊരു കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു, പീസ് ഔട്ട്.